ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് കന്നുകാലികൾക്ക് കുളമ്പ് രോഗത്തിനും ചർമ്മമുഴ രോഗത്തിനുമെതിരായ സംയുക്ത പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. ഭീമ ജ്വല്ലറി, ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 5ാം ഘട്ടവും ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 2ാം ഘട്ടവും ഒന്നിച്ച് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ 13 വരെയാണ് ജില്ലയിൽ നടക്കുന്നത്. 20ാമത് കന്നുകാലി സെൻസസ് അവലംബമാക്കിയുള്ള വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ 73,968 പശുക്കളും 1,506 എരുമകളും ഉൾപ്പെടെ 75,474 കന്നുകാലികളെ കുത്തിവയ്പ്പിന് വിധേയമാക്കും. 2025 രാജ്യത്ത് കുളമ്പ് രോഗം നിയന്ത്രണ വിധേയമാക്കുകയും 2030 കുളമ്പ് രോഗ വിമുക്ത ഭാരതം സൃഷ്ടിക്കുകയും എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം നടത്തുന്നതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുളമ്പ് രോഗത്തിനും ചർമ്മ മുഴക്കുമെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് 12 മണിയോടുകൂടിയാണ് നമ്മുടെ ഉദ്ഘാടനം നടക്കുന്നത്. ചെങ്കള പഞ്ചായത്തിലെ നെല്ലിക്കട്ടയിലെ ഒരു ഫാമിൽ വെച്ചാണ് അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ജില്ലയിലെ 103 സ്ക്വാഡുകൾ എല്ലാ വീടുകളിലും എത്തി ഈ നമ്മുടെ ജില്ലയിലുള്ള 73,968 പശുക്കളും 1,506 എരുമകളും ഉൾപ്പെടെ 75,474 കന്നുകാലികളാണ് കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടത്. 2030 ആകുമ്പോഴേക്കും കുളമ്പ് രോഗ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ മനോജ് കുമാർ PK, ADCP ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മഞ്ജു S, ADCP ഡിസ്ട്രിക്ട് എപ്പിഡെമിയോളജിസ്റ്റ് ക്രിസ് ഐൻസ്റ്റീൻ, K ശകുന്തള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.